ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ. ഒരുപാട് കാലമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഈ ചാനലിൽ ഇട്ടിട്ട്, അപ്പൊ ഇന്ന് എന്തായാലും അത് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ ഒരു 6 മണിയായപ്പോൾ എണീച്ചിട്ട് രാവിലത്തെ പല്ലിത്തേപ്പും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പുറത്തുനിന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം മഴ പെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ആ സമയത്ത് അനിയത്തിക്കുള്ള ആദ്യത്തെ ഫുഡ് എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ അനിയത്തിക്ക് പാലും പഴം പുഴുങ്ങിയതും മുട്ടയിട്ട് കിട്ടുക. പക്ഷെ പാൽ അങ്ങനെ കുടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ ഓൾ കയ്യിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 6:30 അവൾ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകട്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് സൺഡേ കേട്ടോ. നമ്മളുള്ളത് അനിയത്തിൻ്റെ റിസർവേഷൻ്റെ അവിടെ കേട്ടോ, മലപ്പുറത്ത് കുന്നുമ്മ സൈഡിലാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഒരുപാട് ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിക്കണം. പക്ഷേ ഞാനും അനിയത്തിൻ്റെ കുട്ടിയും സൈനും മാത്രമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉമ്മക്ക് ഉണ്ട്. ഉമ്മക്ക് ബൈ ദ വൈ പനിയാണ്. പനി കുറഞ്ഞ് വരട്ടെ. 2 ദിവസമായിട്ട് ഉമ്മ ലീവ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എത്രത്തോളം ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്, എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷെ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് നോക്കാം. ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ്, ഇവിടുത്തെ ഫുഡ് റുട്ടീനും കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ നമുക്ക് വഴിയെ കാണാം. അനിയത്തിപ്പോൾ രാവിലത്തെ ട്രീറ്റ്മെൻറ്റ്, അതായത് കുളിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അനിയത്തിൻ്റെ മോനോടെ കിടന്നുറങ്ങട്ടോ, തൊട്ടിയിൽ കിടന്നുറങ്ങാണ്. സെയിനും എണീച്ചിട്ടില്ല. ഉമ്മ പിന്നെ പനി ആയതുകൊണ്ട് ക്ഷീണമായിട്ട് അവിടെ കിടക്കണം. ഞാൻ ഇപ്പുറത്തെ റൂമിലൊന്ന് സംസാരിക്കും. അല്ലെങ്കിൽ ഞാൻ ആ റൂമിലും ഉമ്മ അനിയത്തി ഈ റൂമിലാണ് കിടക്കൽ. അപ്പം എന്തായാലും പറഞ്ഞ് വലിച്ചു നീട്ടണില്ല ഇൻട്രോ. രാവിലെ എണീച്ച പാടെ കുറച്ചധികം പാത്രം കഴുകാണ്ട്. കാരണം എന്താ വെച്ചാൽ തലേ ദിവസം ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ പാത്രം കഴുകാതെ അങ്ങനെ പോയി കിടന്നുറങ്ങാൻ ചെയ്തത്. പിന്നെ എപ്പോഴോ ആണ് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചിട്ടോ. കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ പരന്നെടുക്കുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ട് കബോർഡിൽ വെച്ചിട്ട് അവിടെ ഒന്ന് തുടച്ചിടുക. അതാട്ട് അടുത്ത പണി. സത്യം പറഞ്ഞാൽ പ്രസവരക്ഷയിലായതുകൊണ്ട് തന്നെ അധികം പണികളൊന്നും ഇല്ല കേട്ടോ. അടിച്ചുവാരി തുടക്കാനൊക്കെ ഇവിടെ ആളുണ്ട്. പിന്നെ ആകെയുള്ള പണിയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പാത്രം കഴുകാണ്ടാവും. നമ്മൾ കഴിച്ച പാത്രം, പിന്നെ നമ്മളെ ഡ്രസ്സ് നമ്മളും കൂടി കഴുകിയിടണം. അത്രേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ടൈം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സെയിൻ എപ്പോഴും കരഞ്ഞു നടക്കണോണ്ട് അത് അറിയൂല. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനിയത്തിന് ഇന്നലെ അവളുടെ കുടുംബത്തിന് ആരോ കാണാൻ വന്നപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പായും ചെറുപഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഫ്രിഡ്ജിന്റെ മേലെ വെച്ചിട്ടാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എണീച്ച പാടെ അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണുണ്ട്. ആ സമയമായപ്പോഴേക്ക് സെയിൻ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെയിനുവിനെ കുളിപ്പിച്ച് ഓനക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഞാനും സെയിനും ഈ റൂമിലും ഉമ്മ അനിയത്തി അപ്പുറത്തെ ആ റൂമിലോട്ടോ കിടക്കലുള്ളത്. അപ്പുറത്തെ റൂമിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്. അതുകൊണ്ടാട്ടോ അനിയത്തി അവിടെ കിടക്കുന്നത്. പോരാത്തതിന് ഈ ബെഡ് കുറച്ച് ചെറുതാണ്. അനിയത്തി ഉമ്മയും കിടക്കണ ബെഡ് കുറച്ച് വലുതാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 3 കൂടി കിടക്കാനുള്ള സ്ഥലം ഉണ്ടായതുകൊണ്ടാട്ടോ അവിടെ പോയി കിടക്കണത്. അങ്ങനെ നമ്മൾ ബ്ലാങ്കറ്റും പുതപ്പും എല്ലാം മടക്കി വെച്ചതിന് ശേഷം ഇനി നമ്മൾ അടിച്ചു വരാനുള്ള താത്ത് വരാൻ നേരായിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടി സെയിന് വന്ന ട്രൈപ്പോഡൊക്കെ വലിച്ചിടുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതിന്റെ പണിയെടുക്കട്ടെ. അപ്പുറത്ത് തൊട്ടി കിടന്ന് ആടുന്നത് ആദ്യമാണ് കേട്ടോ. അനിയത്തി ഇപ്പോഴും കുളി കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്തൊന്നും എത്തൂല. ഏകദേശം ഒരു 1.25 മണിക്കൂർ എടുക്കൂട്ടോ അവളെ കുളി കഴിയണമെങ്കിൽ. ആ സമയത്തൊക്കെ ആദ്യം നമ്മളാണ് നോക്കല്. അപ്പോഴേക്ക് നമ്മൾ അടിച്ചു വാരി തുടക്കുന്ന താത്ത വന്നിട്ട് അടിച്ചു വാരി തുടച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമാണ്. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സീയപ്പും ചെറുപയറിന്റെ കറിയുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ട് കുട്ടീൻ്റെ അടുത്ത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഓനെ ആട്ടിക്കൊണ്ട് കേട്ടോ. ഇനി ഉമ്മ ഫുഡ് കഴിക്കണ നേരത്തെ ആ ഡ്യൂട്ടി എനിക്കാവട്ടോ. അങ്ങനെ ഉമ്മ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചു നേരം ആട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് അനിയത്തിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ അലക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഫ്രണ്ടിലും പിന്നെ സ്റ്റെയർ കേസിന്റെ മേലെ കുറച്ച് അയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയല് അവിടെ പോയിട്ടും തുണികളൊക്കെ കൊണ്ടുപോയി വിരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയപ്പോ അനിയത്തിക്കുള്ള ഉള്ളിച്ചോറും മുക്കിടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് അവൾക്ക് കൊടുക്കണം. പിന്നെ ഞാൻ വേഗം പോയിട്ട് സെയിനുവിനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സെയിനുവിനെ ഉറങ്ങുന്ന ടൈമാണ് ഈ 10-11 മണി ആ സമയത്ത് കേട്ടോ. ഇനി അടുത്ത പണി എന്താ വെച്ചാൽ അനിയത്തിക്കുള്ള കഷായം മിക്സ് ചെയ്ത് കൊടുക്കാന്നുള്ള കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇന്ന അളവിൽ കൊടുക്കണം എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3 അടപ്പിലാണ് നമ്മൾ കൊടുക്കല്. 3 അടപ്പ് കഷായം വെള്ളത്തിലാക്കിയിട്ട് കൊടുക്കും. ഈ സമയമായപ്പോഴേക്ക് അനിയത്തിന്റെ മോനെ ഇവിടെ വന്ന് കുളിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനെ കുളിപ്പിക്കാൻ ഒരു റൂമിക്ക് വരിക കേട്ടോ ചെയ്യുക. അങ്ങനെ ഞാൻ വിശന്നപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയിട്ട് സെയിനുവിൻ്റെ അടുത്ത് കിടക്കാട്ടുണ്ടായത്. കാരണം കുറച്ച് നേരം എനിക്ക് റെസ്റ്റ് വേണമല്ലോ. അങ്ങനെ ഞാൻ സെയിനുവിൻ്റെ അടുത്ത് കുറച്ച് നേരം കിടന്ന് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് സെയിന് എണീച്ചതിന് ശേഷം എനിക്ക് കുറച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയത് ഏകദേശം ഒരു 12 മണി 12:30 ആയപ്പോഴാണ് സെയിനും എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശന്നപ്പോൾ ഞാനും ഉമ്മയും കൂടിയിട്ട് ബൂസ്റ്റും മിച്ചറും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1:30 ആയപ്പോഴേക്ക് നമ്മളെ ലഞ്ച് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും ആയിരുന്നു കേട്ടോ. അതായത് തൈര് സാലഡ് ഇല്ല അത്. അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 3 വേണ്ടിയിട്ട്. പിന്നെ കൂട്ടത്തിൽ കുറച്ച് പപ്പടും വറുക്കാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസും സ്റ്റൗവും പിന്നെ നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജും അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതിൽ നിന്നാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യലുള്ളത്. നിങ്ങളിങ്ങനെ പപ്പടം വറുക്കുമ്പോൾ അതിന് നടുക്കൊരു ഓട്ടട്ട് കൊടുക്കലുണ്ടോ? വല്ലാണ്ട് അങ്ങനെ പൊങ്ങാതിരിക്കാൻ നമ്മൾ ഇവിടെയൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ. അങ്ങനെ പപ്പടം വറുക്കുന്ന തിരക്കിലാണ്.
അങ്ങനെ ആ പണിയാണ് കഴിഞ്ഞതിന് ശേഷം മുട്ട പുഴുങ്ങിയത് നമുക്ക് തൊലി പൊളിക്കാണ്ട് ആ പണിക്ക് നിൽക്കാൻ വിചാരിച്ചിട്ടോ. ഈ സമയത്ത് തന്നെ സൈനുവിനെ ഞാൻ അവിടെ കൗണ്ടർ ടോപ്പിൽ ഇരുത്തിയിട്ടുണ്ടോ, ഗ്യാസിന്റെ അടുത്തൊന്നല്ല, കുറച്ചുകൂടി നീക്കി ഇരുത്തിയിട്ടുണ്ട്. ഓന് പപ്പടം കഴിക്കണ തിരക്കിലാണ്. പപ്പടം വറുത്ത് വെച്ചാൽ പോരല്ലോ, നമ്മളിവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അതൊരു പ്ലാസ്റ്റിക് കവറിലാക്കി കെട്ടി വെക്കണം. നമ്മളവിടെയൊക്കെ അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു പപ്പടം കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കണതിൻ്റെ തിരക്കിൽ കേട്ടോ. ഇനി നമ്മൾ നേരെ പോയി ഫുഡ് വിളമ്പി കഴിക്കാൻ പോവാണ്. അങ്ങനെ എല്ലാവർക്കും ഞാൻ ചോറ് വിളമ്പി കൊടുത്തതിന് ശേഷം പിന്നെ എൻ്റെ പ്ലേറ്റിലുള്ള കറിയും മുട്ടയും പപ്പടും തൈരും എല്ലാം കൂടി ഞാൻ വിളമ്പിയിട്ട് പോയിരുന്ന് കഴിക്കട്ടെ കേട്ടോ. സേനുവിന് ഉമ്മ അവിടെ ഇരുന്നിട്ട് കുറച്ച് ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ചേ അവൻ കഴിച്ചിട്ടുള്ളൂ, കാരണം കുറച്ച് മുമ്പല്ലേ അവന് ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് ഇന്ന് കുറച്ച് അധികം നേരം വൈകിട്ടുണ്ട്. സാധാരണ നമ്മൾ 1 മണിയാകുമ്പോഴേക്കും ഫുഡ് കഴിക്കലുണ്ട്. ഇന്ന് 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കാണ്. ഞായറാഴ്ചത്തെ ഫുഡ് ഇവിടുത്തെ സ്പെഷ്യലാട്ടോ. ചില ദിവസം ബിരിയാണി ആയിരിക്കും, ഇന്ന് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ താഴത്ത് നിറച്ച് വറ്റും കാര്യങ്ങളും പപ്പടമൊക്കെ സേനു പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അടിച്ചു വാരിയതിനു ശേഷം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നപ്പോൾ സൈനന്റെ കയ്യിൽ ഒരു ഐലൈനർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് തുറന്നിട്ട് മുഖത്തും ഇന്റെ ഫേസിലും കയ്യിലും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫേസ് കാണിക്കാൻ പറ്റില്ല, അത്രക്കും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴുകി കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളെ ചായ കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ചായക്ക് അവർ അടയും പിന്നെ കട്ടൻ ചായ ആയിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കാടമുട്ട പുഴുങ്ങിയിട്ട് അത് മസാല ആക്കാന്നുള്ള പ്ലാനിൽ കുറച്ച് കാടമുട്ട പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വേഗം തൊലിച്ചെടുക്കാം കേട്ടോ. കാരണം കാടമുട്ട പുഴുങ്ങിയിട്ട് അതിന്റെ തൊലി കളയാന്നുള്ളത്, അതായത് തോട് കളയാന്നുള്ളത് വലിയൊരു ടാസ്ക്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ചായക്ക് വെള്ളം വെക്കാന്ന് വിചാരിച്ചിട്ടോ. കാരണം അനിയത്തിന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ അവളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായക്കുള്ള പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരെത്തിയ സമയത്ത് വേഗം ഓർക്കുള്ള ബൂസ്റ്റും ബേക്കറി ഐറ്റംസ് ഒക്കെ അവിടെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരത് കുടിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ ഒരു വന്നപ്പോൾ കൊണ്ടുവന്നാട്ടോ ഈ 2 പേസ്ട്രീസ്. അനിയത്തിക്ക് കേക്ക് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അങ്ങനെ ഓര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം അങ്ങനെ ഓരോ യാത്ര ആക്കിയതിനു ശേഷം കുറച്ചു നേരം ഞാൻ വെറുതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് നിസ്കരിച്ച് കഴിഞ്ഞ് ഓതണ സമയത്താട്ടോ. അങ്ങനെ ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു 8:30 ആയപ്പോൾ. പിന്നെ നമ്മൾ നേരെ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഇമെയിലെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.